ഹായ്, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഭയങ്കര മികച്ച അഭിപ്രായത്തോടു കൂടി ഒരുപാട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഓൺലൈനിൽ കാണുന്ന തലവര എന്ന സിനിമയെക്കുറിച്ച്. എന്നാൽ ഇത്രത്തോളം അഭിപ്രായങ്ങൾ, ഇത്രത്തോളം റിവ്യൂസ് കിട്ടിയിട്ട് പോലും ആ തിയേറ്ററുകളിൽ അവർ വിചാരിച്ച പോലെ ആളുകൾ വരുന്നില്ല. തിയേറ്റർ ഒരുപാട് ഇപ്പം എറണാകുളം ഇല്ലെങ്കിൽ ട്രിവാൻഡ്രം മെയിൻ സെൻറ്റേഴ്സിലുകളിൽ നല്ല കളക്ഷൻ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ സെൻറ്റേഴ്സിലെല്ലാം ആളുകൾ വളരെ കുറവാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ ഡയറക്ടറിൻ്റെ അർജുൻ അശോകൻ എന്ന് പറഞ്ഞ നമ്മുടെ മലയാളികളുടെ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ അർജുൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് തലവര. എനിക്ക് അഖിലിനെ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് 2018-19 സമയങ്ങളിൽ പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ഫിലിംസുകൾ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് തുടങ്ങി. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ അതുവരെ കണ്ടുള്ളൊരു യൂഷ്വൽ പാറ്റേൺ അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഷോർട്ട് ഫിലിമിൻ്റെ നരേഷൻസ് ആണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും എല്ലാം. അന്ന് ഞാൻ അഖിലിനെ ഫോണിൽ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എനിക്കറിയാം അയാൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ആളാണ്. എനിക്ക് അന്നേ തോന്നിയ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അർച്ചന 31 നോട്ട് ഔട്ട്, ആ സിനിമയും എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് തിയേറ്ററിൽ സക്സസ് ആയി എനിക്കറിയില്ല, പക്ഷേ എന്നാലും അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് മേക്കിങ്ങും ഡിഫറെൻറ്റ് സ്റ്റോറി നരേഷനൊക്കെ ഉള്ളു. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സിനിമയാണ്. അഖിലും അങ്ങനെയാണ്, ഭയങ്കര എനർജിയാണ്. അപ്പം അഖിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അർജുനും കൂടി ഒരുമിക്കുമ്പോൾ, അർജുനോട് ഒരുമിക്കുമ്പോൾ എനിക്ക് ഉറപ്പായ ഒരു മാജിക്ക് സംഭവിക്കുമെന്ന്. എന്നാൽ തലവര കാര്യത്തിൽ അത് മറിച്ചൊരു അഭിപ്രായമില്ല. കേരളത്തിൽ മൊത്തം ഭീകരമായ റിപ്പോർട്ടാണ് ആ സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ മ്യൂസിക്, ബ്യൂട്ടിഫുൾ മ്യൂസിക് ആൻഡ് പൊസിഷനാണ് സിനിമയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടി, ആ കുട്ടിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, ആ സിനിമയിൽ അർജുൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നവർ, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ബ്യൂട്ടിഫുൾ പെർഫോമൻസാണ്. ഞാൻ കൂടുതൽ സിനിമയുടെ കഥകളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ സ്പോയിൽ ചെയ്യുന്നില്ല. ഇത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം അത്ര ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റാണ് ഈ സിനിമ തിയേറ്ററിൽ വിജയിച്ചാൽ മാത്രമേ ഇതുപോലുള്ള അറ്റംപ്റ്റും ഉണ്ടാവും. നമുക്ക് ഈ കൊടൂരം ആ സീക്വൻസുകളും ഇല്ലെങ്കിൽ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകളും മാത്രം പോരാ. ഇതുപോലുള്ള നമ്മുടെ നാടിൻ്റെ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ജോണർ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സിനിമയാണ് ആക്ച്വലി തലവര. ഇതുപോലത്തെ സിനിമകളിലൂടെയാണ് മലയാളം ഇൻഡസ്ട്രി ശരിക്കും പുറത്ത് ഇല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇൻഡസ്ട്രികൾ ചർച്ചയായിക്കൊണ്ടിരുന്നത്. ഒരിക്കലും ഇപ്പം നമ്മൾ ചെയ്യുന്ന അവിടുത്തെ സിനിമകളുടെ കോപ്പി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഒരിക്കലും പാടില്ല. തലവര പോലുള്ള സിനിമകൾ തിയേറ്ററിൽ ഹിറ്റാകണം. എന്നാൽ മാത്രമേ നമുക്ക് അഖിലിനും ഇനിയും അടുത്ത പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ നാളെ ഈ സിനിമ OTT വന്ന ശേഷം ഇത് ബ്യൂട്ടിഫുൾ സിനിമയായിരുന്നു, മിസ്സായെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ. അവരോട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൺലൈനിൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. കാരണം മാർക്കറ്റിംഗ് എല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തതിന് കാരണം ഈ വെള്ളിയാഴ്ച മുതൽ പുതിയ റിലീസുകൾ വരുവാണ്. എല്ലാം ഓണം റിലീസാണ്, വൻ സിനിമകളാണ്. അപ്പോൾ എന്തായാലും ഇതിന് തിയേറ്റർ കൗണ്ട് കുറയും. പക്ഷേ ഈ സിനിമ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഈ സിനിമ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും തലവരയെ സപ്പോർട്ട് ചെയ്യുക. അർജുൻ അശോകൻ്റെ ഇല്ലെങ്കിൽ അനിൽകുമാറിൻ്റെ, ഷെബിൻ ബക്കറിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ മഹേഷ് നാരായണൻ ഭായിയുടെ എല്ലാവരുടെയും ഒരു വൻ അറ്റംപ്റ്റാണ് തലവര. എല്ലാവരും തലവര തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു.